ഹായ് ഫ്രണ്ട്സ്, അമ്മ സാപ്ലിങ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാത്തതിന് കാരണം ഒന്നാമത്തെ നോയമ്പ്, രണ്ടാമത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഹൈബ്രിഡ് ബോഗൻവില്ല സെയിൽ ചെയ്തല്ലോ. അപ്പോൾ കുറേ അധികം പേർക്ക് കിട്ടിയില്ല, പെട്ടെന്ന് അങ്ങ് സെയിലായി. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് എല്ലാം പെട്ടെന്ന് അങ്ങ് സോൾഡ് ഔട്ടായി. അപ്പോൾ പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു, കുറേ പേർക്ക് പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് ലോഡ് വന്നപ്പം അവർക്കെല്ലാം കൊടുത്ത് തീർത്തിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവരുടെ എല്ലാം പ്രീ ബുക്കിംഗ് ചെയ്തവരുടെ എല്ലാം കൊടുത്ത് തീർത്തു. അങ്ങനെ ഇന്ന് വീഡിയോ ഇടുകയാണ്. കുറേ അധികം വെറൈറ്റികൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കായും കുറേ കൂടി വെറൈറ്റികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫയർ റോപ്പൽ, ഇത് ഫയർ റോപ്പലാണ്, ഫയർ റോപ്പലിൻ്റെ മദർ പ്ലാന്റാണ്. ആ താഴെ ഇരിക്കുന്ന എല്ലാം അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയതല്ല, നമ്മൾ വേറെ ഇറക്കിയതാണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പിന്നെ നിങ്ങൾ റേറ്റ് ചോദിക്കാം, വാട്സപ്പിൽ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് റേറ്റ് ചോദിക്കാം. പിന്നെ മോണ്ടറിങ് കുറേ പേര് ആവശ്യപ്പെട്ടായിരുന്നു. മോണ്ടറിങ്ങിൻ്റെ തൈയാണിത്. ആ മോണ്ടറിങ്ങിൻ്റെ വലിയ തൈകളെല്ലാം പോയി, എങ്കിലും നല്ല തൈകൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ കുറച്ചുകൂടി ഉണ്ട്. അത് ഈ പോട്ടിലിരിക്കുന്നതാണ് കേട്ടോ. പോട്ടിലിരിക്കുന്ന തൈകളാണ് ഇതൊക്കെയാണ്. ഇതൊക്കെ പെട്ടെന്ന് വലിയ തൈയാവാൻ പറ്റുന്ന നല്ല കട്ടി കമ്പുകളാണ് തടിച്ച. അങ്ങനെ ഒരു 5-6 പ്ലാന്റ് ഉണ്ട് മോണ്ടറിങ്. പിന്നെ ഗോൾഡൻ സൺഷൈൻ ഒരുപാട് പേര് ചോദിച്ചു. ഗോൾഡൻ സൺഷൈൻ്റെ അത് അവിടെ ഇരിക്കുന്നത്, അതും കുറച്ച് പ്ലാന്റ് ഉണ്ട്. 7-8 പ്ലാന്റേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. അത് ദാണ്ടായിരിക്കുന്ന വലിയ പ്ലാന്റുകളാണത്. ഫ്ലവറുള്ള പ്ലാന്റുകളെല്ലാം ഫ്ലവർ കൊഴിഞ്ഞു പോയതാണ് വന്നപ്പം. ഇതാണ് ഗോൾഡൻ സൺഷൈൻ. ഇതിൻ്റെ എല്ലാം ഫോട്ടോ കാണിച്ചേക്കാം കേട്ടോ. ഇത് ഫ്ലവർ കാണാനായിട്ട് ഫോട്ടോ കാണിച്ചേക്കാം. പിന്നെ അത് വാജിദലി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇരിക്കുന്നതെല്ലാം വാജിദലിയാണ്. ഇതൊക്കെയാണ് സൈസുകൾ. വാജിദലി എല്ലാത്തിലും ടാഗുണ്ട്, നിങ്ങൾക്ക് മാറിപ്പോകുമെന്ന് പേടിക്കേണ്ട, എല്ലാത്തിലും ടാഗുണ്ട് ഇപ്രാവശ്യം. പിന്നെ ഇത് ഡോക്ടർ റാവു എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് ഡോക്ടർ റാവു. അപ്പോൾ അവിടെ ഇരിക്കുന്നത് ഇതൊക്കെയെന്ന് വെച്ചാൽ ഇതിനകത്ത് മുള്ളില്ല, ചിലതിന് മാത്രമേ മുള്ളുള്ളൂ. മുള്ളുണ്ടെങ്കിൽ നമ്മളെ കൈ കൊണ്ടു കയറുന്ന മുള്ളല്ല കേട്ടോ. ഹൈബ്രിഡിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ അങ്ങ് കാട് കയറി വളരത്തില്ല. ഇതങ്ങ് ഒരു മിതമായി വളരുമ്പോൾ നമുക്കതിന് വെട്ടി ഒതുക്കി നമുക്ക് ചട്ടികളി വളർത്താം, സിറ്റൗട്ടിലൊക്കെ വെക്കാം. ആ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഈ ചെടികൾക്ക്. അത് റെഡ് സെപ്റ്റംബറാണ്. അതിൻ്റെ തൈകളും തീർന്നു. ഒരു 3-4 തൈയേ ഉള്ളൂ ഇനി. അത് 2 തൈ എനിക്ക് വേണം. ഒരു 6 തൈ ഉള്ളത് 2 തൈ വേണം. പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടും. ഇത് ടാങ്ലോങ് ഓറഞ്ചാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് അറിയുന്നവർ പറയണമെന്നൊരു വാട്സപ്പ് ചെയ്താൽ മതി. ഇതൊക്കെ പുറത്ത് അല്ലാതുള്ളവരിലൊക്കെ വില 1700-2000 ഒക്കെ ഉണ്ട്. ഞാനിതിന് 1000 താഴെ ഇതിൻ്റെ എല്ലാം റേറ്റ് കേട്ടോ. ഇത് ടാങ്ലോങ് റെഡാണ്. ഇതിൻ്റെ എല്ലാം റേറ്റ് 1800-2000 ഒന്നുമില്ല, 1000 താഴെ ഇതിൻ്റെ എല്ലാ റേറ്റ് കേട്ടോ. 900 താഴെ ഇതിൻ്റെ എല്ലാ റേറ്റ്, 1000-ലും അല്ല 900 താഴെയാണ് ഇതിൻ്റെ റേറ്റ്. ടാങ്ലോങ് റെഡ്. ഇത് തായ് ഡിലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. പിങ്കും വൈറ്റും കൂടെ എല്ലാം ചേർന്ന് പിങ്കാണ് കൂടുതൽ, നല്ല പിങ്കാണത്. അതിൻ്റെയും പൂ കൊടുത്തേക്കാം. അത് നമ്മളെ സ്പ്ലാഷ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. സ്പ്ലാഷ് പ്ലാന്റ് സൈസ് ഇതൊക്കെയാണ്. പ്ലാന്റിൻ്റെ ഈ ഇലയെല്ലാം പൊഴിഞ്ഞു പോയിട്ട് പ്ലാന്റ് വീണ്ടും ഇല വന്നതാട്ടോ. 2 ആഴ്ചയോളമായി പ്ലാന്റുകൾ വന്നിട്ട് ഇല പൊഴിഞ്ഞിട്ട് വീണ്ടും ഇലകൾ വരുവാണ്. ഇനി നിങ്ങൾക്ക് പൊഴിയില്ല, അതിങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ സ്ലീപ്പിംഗ് ബ്യൂട്ടി ഉണ്ട്. ഇത് പൂന ചിത്ര എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പൂന ചിത്ര. ഇത് ഇന്ത്യൻ ചിത്ര. ഇത് റെഡ് വണ്ടർ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അതിൻ്റെ എല്ലാ ഇലയും കൊഴിഞ്ഞിട്ട് പുതിയ ഇല വീഴുക കേട്ടോ. റെഡ് വണ്ടർ നല്ല മനോഹരമായ ചെടിയാണ് റെഡ് വണ്ടർ. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഉണങ്ങിയിരിക്കുകയാണ്, നല്ല ഇത് മൊത്തം ഇല പൊഴിഞ്ഞിട്ട് പുതിയ ഇല വരും കേട്ടോ. ഇത് നമ്മുടെ
ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ ഒരു 2, 3, 5 തൈയുണ്ട്. സ്ലീപ്പിംഗ് ബ്യൂട്ടി ഇതിൻ്റെ ഈ ഇലയെല്ലാം പൊഴിഞ്ഞിട്ട് പുതിയ ഇല വരുവാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് ചിത്ര വേരിഗേറ്റഡ് ആണ്. അതിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞിട്ട് വേറെ വരുവാണ്. ഇത്രയും വെറൈറ്റിയാണ് നമ്മളതിലുള്ളത്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ തന്നെ വളർത്താം. കുറച്ച് സ്പേസ് മതി. 3 തൈകൾ 2-3 വെറൈറ്റി ഒന്നിച്ച് വെച്ചേക്കാം. ഇത്ര ഒരു പോട്ടിനകത്ത് നമുക്ക് 2-3 വെറൈറ്റി സെറ്റ് ചെയ്യാം. ഇത് സൂഫിയായും വയലറ്റ് സെപ്റ്റംബറും കൂടി ഒന്നിച്ച് വെച്ചേക്കുക. അങ്ങനെ നമുക്ക് ഒരു പോട്ടുണ്ടെങ്കിൽ 2-3 വെറൈറ്റി ഒന്നിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം അങ്ങനെ തന്നെ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്തേക്കുവാണ്. അതായത് സ്പേസ് കുറച്ച് മതി ഇതിന്. എനിക്കിപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് അഗ്ലോണിമ സെയിലില്ലേന്ന്. അഗ്ലോണിമയുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ അഗ്ലോണിമയുണ്ട്. അഗ്ലോണിമയുടെ പിന്നെ റെഡ് ബൗൾ എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്. റെഡിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റി ഉണ്ട്. റെഡ് ഏഞ്ചലുണ്ട്. ജയ്പോങ് റെഡ് ഉണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ ഫ്രണ്ട്സ്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു മാഡം പറഞ്ഞു, അയ്യോ ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്, എന്ത് റേറ്റ് കുറവാണ് മാഡം, എനിക്ക് വലിയ ആശ്വാസമായി എന്ന്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾക്കത് വാങ്ങാൻ താല്പര്യമില്ല, നിങ്ങളുടെ കയ്യിലുണ്ട്, ഈ വെറൈറ്റിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളിത് കാണുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യണേ. അവർക്ക് പ്രയോജനമായിരിക്കും. ഇതുപോലുള്ള വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.